ഇതൊക്കെയാണ് റിയൽ കേരള സ്റ്റോറി, അല്ലാതെ ആരുടെയോ അണ്ണാക്കിലേക്ക് ബീഫ് കുത്തിക്കയറ്റി എന്ന് പറയുന്നതൊന്നും അല്ല. ജൂതൻ്റെതായിട്ടുള്ള എല്ലാം ബഹിഷ്കരിക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്ന അതേ മണ്ണിൽ തന്നെയാണ് ജൂതന്റെ ഓർമ്മകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ജീവിതകാലം മുഴുവൻ ഒഴിഞ്ഞു വെക്കുകയാണ് ഒരു മനുഷ്യൻ. ഞാൻ ആക്ച്വലി ഇന്ന് കൊച്ചിയിൽ വന്നതിൻ്റെ പിന്നെ തന്നെ ഒരാളെ തേടി വന്നതാണ്. അയാളുടെ പേര് തഹ ഇബ്രാഹിം എന്നാണ്. കൊച്ചി ഇങ്ങനെ മനോഹരമായി നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ താഹയാണ്. മട്ടാഞ്ചേരിയിൽ ഉണ്ടായിരുന്ന ജൂയിഷ് ആ ഒരു ബ്രാഞ്ചിലെ അവസാനത്തെ കണ്ണി എന്ന് പറഞ്ഞത് സാറാൻഡി ആയിരുന്നു. താഹ എന്നുള്ള പയ്യൻ ഏകദേശം ഒരു 5-8 വയസ്സുള്ള സമയത്തൊക്കെ ആ മട്ടാഞ്ചേരി സ്ട്രീറ്റിലൊക്കെ എന്തോ സാധനങ്ങളൊക്കെ വിറ്റ് നടക്കുന്ന ഒരാളായിരുന്നു. അപ്പം അപ്പോഴാണ് സാറയും ഹസ്ബൻഡും കൂടി ഈ കുട്ടിയെ കാണുന്നത്. എന്നിട്ട് അവനോട് എന്താ സ്കൂളിൽ പോവാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് അവന് ഭക്ഷണം കൊടുക്കുകയും സ്കൂളിൽ പറഞ്ഞേക്കുകയും അവന് കൈത്തൊഴിൽ പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ജൂയിഷ് ഫാമിലിയാണ്. പറഞ്ഞത് ഒരു മുസ്ലിമായ പയ്യനാണ് ഈ ജൂയിഷ് ഫാമിലി ഇത് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ കൂടെ തന്നെ അവരുടെ മകനെ പോലെ വളർന്നു വന്ന ഈ താഹ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് വന്ന സമയത്ത് സാറാ ആൻറ്റിയുടെ ഹസ്ബൻഡ് മരിക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ് അവരോടൊരു പ്രോമിസ് ചെയ്യിക്കുന്നുണ്ട് താഹയോട്. അതായത് സാറയ്ക്ക് വേറെ ആരുമില്ല, കാരണം ബാക്കി എല്ലാവരും വാഗ്ദത്ത ഭൂമിയിലേക്ക് തിരിച്ചു പോവാണ്, ഇസ്രായേലിൻ്റെ മണ്ണിൽ കിടന്ന് മരിക്കണം എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ തിരിച്ചു പോവാണ്. പക്ഷെ സാറ മാത്രം ഈ ഒരു മണ്ണിനെ സ്നേഹിച്ച് തൻ്റെ ഭർത്താവിൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ലേഡിയാണ്. അപ്പം താഹയോട് പറയാണ്, ഞാൻ പോയി കഴിഞ്ഞാലും സാറയ്ക്ക് നീ കൂട്ടുണ്ടാവണം എന്ന് പറഞ്ഞിട്ടാണ് ആ വാക്ക് വാങ്ങിച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് താഹ സാറാ ആൻറ്റിയോട് കൂടെ താമസിച്ചു. അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് അവർക്കൊരു മകനെ പോലെ എപ്പോഴും കൂട്ടുന്നുണ്ട്. സാറാ ആൻറ്റി മരിക്കുന്നത് 2019 19 മരിക്കുന്നത്. ആ മരിക്കുന്നത് വരെ അപ്പോഴും എല്ലാ കാര്യത്തിലും ഈവൻ ഷാബത്ത് ക്യാൻഡിൽസ് ഒരുമിച്ചാണ് അവർ തെളിയിച്ചത്. അപ്പോൾ ഈവൻ ഷാബത്ത് ക്യാൻഡിൽസ് വരെ ഈ മുസ്ലിം ആയിട്ടുള്ള ആളാണ് തെളിയിച്ചു കൊടുത്തിട്ടുള്ളത് സാറാ ആൻറ്റിക്ക്. ഓക്കെ. ആൻഡ് 2019 അവർ മരിക്കുന്ന സമയത്ത് അവർ പറയാണ്, ഞാൻ അത്രയും സ്നേഹിച്ച മണ്ണാണ്, അതായത് ഞാൻ അങ്ങ് ഇസ്രായേലിൽ കിടന്ന് മരിക്കേണ്ട ആളാണ്, എന്നാലും ഞാൻ ഇവിടെ കിടന്ന് മരിക്കുകയാണ്. എൻ്റെ ഓർമ്മകൾ ഇവിടെയാണുള്ളത്, എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മകൾ ഈ മണ്ണിലുണ്ട്. ഞങ്ങളുടെ ജൂയിഷ് ആ ഒരു ലെജൻഡറി ആയിട്ടുള്ള അത്രയും കാലത്തെ ഓർമ്മകളൊക്കെ ഈ സാറാ എംപോറിയത്തിൻ്റെ ഉള്ളിലാണുള്ളത്, ഇതൊരിക്കലും കൈവിട്ട് കളയരുതേ എന്ന് താഹയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് സാറാൻറ്റിയുടെ മരണശേഷം താഹ ഇപ്പോഴും അത് കൊണ്ട് നടക്കുകയാണ്. ആ ജൂതന്മാരുടെ പാരമ്പര്യം ഈ മണ്ണിൽ കാത്തു സൂക്ഷിക്കുന്നത് ഒരു ഇസ്ലാമാണ്. മറ്റേ ഒരു ഡയമെൻഷനിൽ ചിന്തിക്കുകയാണെങ്കിൽ വളരെ വലിയ റൈവൽസ് ആണ്. കൊക്കക്കോള ബഹിഷ്കരിക്കുക, പെപ്സി ബഹിഷ്കരിക്കണം, അത് ബഹിഷ്കരിക്കണം, ജൂതൻ്റെതായിട്ടുള്ള എല്ലാം ബഹിഷ്കരിക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്ന അതേ മണ്ണിൽ തന്നെയാണ് ജൂതൻ്റെ ഓർമ്മകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രോമിസിന് വേണ്ടി മാത്രം തൻ്റെ ജീവിതകാലം മുഴുവൻ ഒഴിഞ്ഞു വെക്കുകയാണ് ഒരു മനുഷ്യൻ. അയാൾ പറയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകൻ ഈ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കും. സാറയുടെ ഓർമ്മകൾ ഈ കൊച്ചിയുടെ ഈ മട്ടാഞ്ചേരിയിൽ എന്നും ഞങ്ങളുടെ ഈ വേരുകൾ ഉള്ളിടത്തോളം കാലം ആ ജൂത പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയും എന്താ പറയുക, ഡൈവേഴ്സ് ആയിട്ടുള്ള മനുഷ്യന്മാരുള്ള ഒരു ലോകമാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് തന്നെ വലിയൊരു കാര്യമല്ലേ റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്ന. റിയൽ കേരള സ്റ്റോറി. ഇതൊക്കെയാണ് റിയൽ കേരള സ്റ്റോറി, അല്ലാതെ ആരുടെയോ അണ്ണാക്കിലേക്ക് ബീഫ് കുത്തിക്കയറ്റി എന്ന് പറയുന്നതൊന്നും അല്ല.